അറിയാലോ, നവകേരള മാർച്ചിന് ഏതെങ്കിലും ഒരുത്തം പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അപ്പം പ്രതിരോധിച്ചോണം. ചവിട്ടി കൈയും കാലും പിടിച്ചേരെ. വേണേ നമുക്ക് അവനെ വണ്ടിയേറ്റും കൊന്നേക്കാം ആശാനെ. ആരുടെ ഇവിടെ കൊണ്ട കരികുടി കുത്തിക്കണേ? ചേട്ടാ എൻ്റെ പേരപ്പം മരിച്ചു പോയി, അതുകൊണ്ട് കുത്തിയതാ. എടാ, മുഖ്യമന്ത്രിയുടെ നവകേരള മാർച്ച് വന്ന കാര്യം നിനക്ക് അറിയാൻ മേലേ? ആ സമയത്താണ് ഇവിടെ കൊണ്ട കരികുടി കുത്തണേ. സാധാരണ മരിച്ചു വീട്ടിൽ കരികൂടിയില്ല ചേട്ടാ കുത്തണേ. എടാ, ചത്തുപോയവരോ ചത്തുപോയി. നീ ഒരു കാര്യം ചെയ്യും, ഒരു നീലക്കൊടിയോ മഞ്ഞക്കൊടിയോ കൊണ്ട് കുത്ത്. മരിച്ചവരോ മരിച്ചു, അവരിതുവല്ല അറിയുന്നുണ്ടോ? അല്ലടാ, അല്ലേ വേണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഒരു ചുവലക്കൊടി കൊണ്ട് അവിടെ കുത്ത്. അതാ ഞങ്ങളുടെ സഖാവിന് ഇഷ്ടം. അവൻ്റെ ഒരു കൊടി. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് കൈകൊട്ടി വിളിച്ചോളുക. എറിഞ്ഞിറാ കാക്കനെ. ആർക്ക് പെണ്ണമ്മയ്ക്കോടാ? വെല്ലിച്ചൻ മരിച്ചു കാക്കേനെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇതിലെ വരുമ്പോൾ നീ കാക്കേനെ കൈകൊട്ടി വിളിച്ച് ഞങ്ങളെ അപമാനിക്കുമല്ലേ? കറുപ്പ് ഞങ്ങൾക്ക് അലർജിയാണെന്ന് നിനക്ക് അറിയത്തില്ലടാ. നീ ഒരു കാര്യം ചെയ്യും, വല്ല ഉപ്പനെയോ അടയ്ക്കാക്കുരുവിനെയോ വിളിച്ച് ചോറ് കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത കർക്കിടവാവിന് നിന്റെ ബലിച്ചോറ് ഞാൻ ഇവനെ കൊണ്ട് തീറ്റിപ്പിക്കും. പന്നിക്കറി ഇല്ലാണ്ട് ഞാൻ തിന്നൂലാട്ടോ ആശാനെ. ആശാനെ, ഇതേ ഒരു കിളവൻ കറുത്ത കൊടയായിട്ട് പോണു. കാർന്നോരെ, താൻ എങ്ങോട്ടാ ഈ കറുത്ത കൊടയായിട്ട് പോകുന്നേ? മക്കളെ, ഞാൻ റേഷൻ കട വരെ പോവായിരുന്നു മക്കളെ. റേഷൻ കടയിൽ എന്നായിരുന്നിട്ടാ താൻ അങ്ങോട്ട് പോകുന്നത്? ഞങ്ങളുടെ സർക്കാർ റേഷനൊക്കെ നിർത്തലാക്കി. താൻ വേണമെങ്കിൽ വീട്ടിൽ പോയി വല്ല കാച്ചിലോ ചേമ്പോ ചേനയോ ഒക്കെ പുഴുങ്ങി തിന്നാൻ നോക്ക്. പോയി അധ്വാനിച്ച് ജീവിക്കട കിളവാ. അപ്പോൾ എൻ്റെ മണ്ണെണ്ണ അരിയോ? ഞങ്ങളുടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെല്ലാം കൂടെ ഈ 140 മണ്ഡലത്തിലുള്ള ജനങ്ങളുമായിട്ട് സമ്മതിക്കാൻ വരുമ്പോഴാണ് അവൻ്റെ ഒരു മണ്ണെണ്ണ അരി. ഇവനെ എങ്ങനെ രക്ഷപ്പെടുത്തിട്ട് ആശാനെ? വേണ്ട, അയാൾ ഓൾറെഡി രക്ഷപ്പെടാറായിരിക്കുന്ന ആളാണ്. എന്നെ രക്ഷപ്പെടുത്തുമോ മക്കളെ? ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന രീതി വേറെയാ, അത് കിളവൻ താങ്ങൂല. പോവാൻ നോക്ക്. ഹരികഥ സുധനേ സ്വാമിയെ ശരണയ്യപ്പോ. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ, സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും. എൻ്റെ സ്വാമിയെ, എൻ്റെ ദുരിതങ്ങളെല്ലാം മാറ്റണേ സ്വാമിയെ ശരണയ്യപ്പോ. സ്വാമിയേ, ദൈവമേ, കാല. ഞാൻ ശബരിമലയ്ക്ക് പോവാ. സ്വാമിമാരാണോ? എടാ, നവകേരള യാത്ര വരുന്നൊന്നും നിനക്കറിയാമല്ലേ? ഈ കറുത്ത ഡ്രസ് ഇട്ടാണോ ഇതിലൂടെ പോകുന്നത്? ശബരിമലയ്ക്ക് പോകുമ്പോൾ കാക്കിയിട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? എടാ, ഞങ്ങളുടെ മുഖ്യൻ ഇതിലൂടെ വരുമ്പോ ഞങ്ങളുടെ മുഖ്യനെ അപമാനിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഈ കറുത്ത ഡ്രസ് ഇട്ടുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചെയ്തതല്ല ദൈവമേ. നീ ഒരു കാര്യം ചെയ്യ, നീ ആ കാണുന്ന കാട്ടിക്കോടെ ചാടി അപ്പുറം ഒരു കപ്പത്തോട്ടുണ്ട്, അതുവഴി പോയാൽ മതി ശബരിമലയ്ക്ക്. അതൊന്നും പറ്റില്ല, എനിക്ക് പോകണം. മാറി കാണോ, ഞാൻ സ്വാമിയെ പോയി മലയിട്ട് പോയി, അല്ലെങ്കിൽ നിന്റെയൊക്കെ കാരണം അടിച്ചു പിടിക്കണം പാട്ടികളെ. ഇവന് ഇച്ചിരി അഹങ്കാരം കൂടുതലല്ലേ? അടുത്ത തവണ നമുക്ക് സഖാവിനോട് പറഞ്ഞ് ഇവന്മാരുടെ ഡ്രസ്സിന്റെ കളർ അങ്ങോട്ട് മാറ്റിയേക്കാം. അത് വേണം സഖാവ്, അത് വേണം. ആശാനെ, അമ്മ മുഖ്യന്റെ ചെരുപ്പണോ? തല്ലിക്കൊല്ലണം അവന്മാരെ. സഖാവ് ഇത് നോക്കി, അവരുടെ പാർട്ടിക്കാരെ അവർ കൈവിട്ടു. ഇനി ഇങ്ങനെ ആവർത്തിക്കില്ലെന്നാണ് അവരുടെ നേതാവ് പറയണേ. അതൊക്കെ നമ്മുടെ സഖാവ്. നമ്മൾ എന്ത് തന്തയില്ലാത്ത തരം കാണിച്ചു കഴിഞ്ഞാലും പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. ഈ വീഡിയോ ഉണ്ട്. ഞങ്ങൾ കനാലിലേക്ക് തള്ളിയിട്ടത് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. കാരണം കനാലിൽ വെള്ളമുള്ളത് കൊണ്ട് അയാൾക്ക് ഒന്നും പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് മാതൃകാപരമായ ഒരു കാര്യമാണ്. ഞങ്ങളിനിയും ഇത് ആവർത്തിക്കും.